ബിജേട്ടാ നമസ്കാരം. ബി.ജെ.പിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ബിജേട്ട പറയുന്ന പോലെ നരേന്ദ്രമോദി ഒരു റീലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് 4 സംസ്ഥാനങ്ങളിലാണ്. ജമ്മു കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര. ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ബി.ജെ.പിക്ക് അത് പിടിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 370 റദ്ദാക്കലിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ജനാധിപത്യത്തിലേക്ക് ജമ്മു കാശ്മീർ മടങ്ങാൻ പോവുകയാണ്. പ്രസിഡൻഷ്യൽ റൂളിൽ നിന്ന് മടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീര്, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര ഈ 4 സംസ്ഥാനങ്ങളിലും വ്യക്തമായിട്ടുള്ള സ്വാധീനം ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ബി.ജെ.പി അധികാരത്തിൽ വരും, സഖ്യകക്ഷിയാണെങ്കിലും വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് സർവേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എക്സിറ്റ് പോളുകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നരേന്ദ്രമോദി വീണ്ടും 400 സീറ്റിൽ അധികാരത്തിൽ വരുമെന്നൊക്കെ ടുഡേസ് ചാണക്യ അടക്കമുള്ളവർ പല ആൾക്കാരും പ്രവചിച്ചെങ്കിലും എല്ലാം ചീറ്റി പണ്ടാരം അടങ്ങി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ ബി.ജെ.പിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. പോരാത്തതിന് നമ്മുടെ ഉത്തർപ്രദേശില് ഒരു 11 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡില് വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിനെ താഴെ ഇറക്കാൻ. ജാർഖണ്ഡിലെ നമ്മുടെ ചമ്പൈ സോറനും 6 MLA മാരടക്കം ദില്ലിയിലെത്തുന്നു. അവിടെ അമിത്ഷായുമായിട്ട് മീറ്റ് ചെയ്യുന്നു. പോരാത്തതിന് അവര് സുവേന്ദു അധികാരിയെ പോയി കാണുന്നു. അപ്പോൾ അവിടെ പിളരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അവിടെ വന്നു മഹാരാഷ്ട്രയിലും സംഗതികൾ വളരെ സ്മൂത്ത് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബി.ജെ.പി അവിടെ അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നു. മഹാവികാസ് അഘാടി അവർക്ക് വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിനെ തകർക്കാനായിട്ട് മറാഠ സംവരണമൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഹരിയാനയിൽ പിന്നെ നോക്കണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബി.ജെ.പി നേരിടുന്നത്. അവിടെ അവർക്ക് ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഈ ഹരിയാനയിലെ ഗുസ്തി താരങ്ങളുടെ വിഷയം, ഈ കർഷക സമരമൊക്കെ ഏറ്റവും കൂടുതൽ അലയൊലികൾ ഉണ്ടാക്കുന്ന ഹരിയാനയിലാണ്. പിന്നെ ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ ബി.ജെ.പി ഭരണത്തിൽ വന്നില്ലെങ്കിൽ അവിടെ കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് 370 ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രമേയം പാസ്സാക്കും എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം പോലും ബി.ജെ.പിക്ക് ഇല്ലാത്തതായിട്ടില്ല. ഇതിൽ ഒരു സംസ്ഥാനത്തിൽ ഭരണം പോയാൽ പോലും ബി.ജെ.പിക്ക് അത് വലിയ തിരിച്ചടിയാണ് എന്നാണ് തോന്നുന്നത്. എന്താണ് ബിജെപിന് തോന്നുന്നത്? ഈ 4 സംസ്ഥാനങ്ങളിലെ ഗതി എന്താണ്? ആദ്യമായിട്ട് ജാർഖണ്ഡിൽ എന്താണ് നടക്കുന്നത്? ജാർഖണ്ഡിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ 5 വർഷം കൂടുമ്പം ഭരണം മാറുന്ന ഒരു രീതിയാണ് ഇതുവരെ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇത്തവണത്തെ പുതിയ ടൈംസ് ന്യൂ മാറ്റർ സർവേ ഒന്നും വലിയ കാര്യമില്ലെങ്കിൽ പോലും അവരുടെ സർവേയിലുമൊക്കെ ബി.ജെ.പിക്ക് ഒരു മുൻതൂക്കം തന്നെയാണ് പറയുന്നത് അവർ വരുമെന്നുള്ളത്. അപ്പോ ജാർഖണ്ഡിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് വലിയ ഭയപ്പാടിന്റെ കാര്യമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ജെ.എമ്മും കോൺഗ്രസ് സഖ്യം തന്നെ അത്ര സുഖകരമായിട്ടല്ല പോകുന്നത്. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. അത് കൂടാതെ അവിടെ ഈ കോൺഗ്രസിന് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബദലായിക്കൊണ്ട് അവിടെ ഒരു മുസ്ലിം പാർട്ടി, ഈ അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി എൻട്രി ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവര് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവിടുത്തെ മുസ്ലിം സമുദായ സംഘടനകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം അവർക്ക് ഈ കോൺഗ്രസ് ഒന്നും സീറ്റ് കൊടുക്കാത്തത് വലിയൊരു പ്രതിഷേധം അവർക്കുണ്ട്. അതുപോലെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച, ഈ ജെ.എം.എം, ഇപ്പൊ അവിടെ ഭരിക്കുന്ന ഹേമന്ത് സോറന്റെ ആ ഒരു പാർട്ടിയിൽ വലിയ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. ഇപ്പൊ തുടങ്ങിയതല്ല, നേരത്തെയാണ്. അത് ഈ ഹേമന്ത് സോറൻ കുറെയൊക്കെ ഒതുക്കി നിർത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഖനിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ അദ്ദേഹം അകത്ത് പോയ സമയത്ത് അത് മറന്നീക്ക് പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ കൽപ്പന സോറൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും മുഖ്യമന്ത്രി ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ ഒരു വിഷയം നടക്കുകയും അങ്ങനെ അതിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പ്ലിറ്റ് ഇതിനിടയിൽ കുറെ നാളുകൾക്ക് മുമ്പ് പിന്നെ ഈ ജാർഖണ്ഡിലുള്ള കോൺഗ്രസിന്റെ MLA മാരുമായിട്ട് പശ്ചിമ ബംഗാളില് സുവേന്ദു അധികാരി അടക്കമുള്ളവർ ഒരു ചർച്ച നടത്തിയാണ്. അതിലൊരു 9 MLA മാർ മാറും എന്നൊക്കെ. അങ്ങനെ എല്ലാത്തിനും ആ ഒരു പ്രതിപക്ഷത്തിൽ ഒരു വലിയ ഭിന്നതയുണ്ട്. ഇപ്പൊ ബി.ജെ.പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതിപക്ഷമല്ല, അവിടുത്തെ ഭരണപക്ഷമാണ്, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി, INDA മുന്നണി. അപ്പം ബി.ജെ.പി സംബന്ധിച്ചുണ്ടെങ്കിൽ അവർ പ്രതിപക്ഷത്താണ്. അപ്പൊ അവർക്ക് അധികാരത്തിൽ കയറാനുള്ള വഴികളെല്ലാം ഓപ്പൺ ആണ്. കാരണം വളരെ ഈസി ആയിട്ട് അവർക്ക് കയറാൻ പറ്റുന്ന ഒരു സംസ്ഥാനം ജാർഖണ്ഡ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഹേമന്ത് സോറന്റെ കാര്യം തന്നെ. കാരണം ഇപ്പോഴീ MLA മാരൊക്കെ ചമ്പാ സോറന്റെ കൂടെ വന്ന് ഡൽഹിയിൽ എത്തുകയും പാർട്ടി മാറുകയൊക്കെ ചെയ്തെങ്കിലും ബി.ജെ.പി അവരെ വലിച്ച് താഴെ ഇടാൻ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോ അധികം നാളൊന്നുമില്ല, ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ അതിനിടയ്ക്ക് ഒരു ചീത്തപ്പേരൂടെ കിട്ടണ്ട എന്ന് കരുതിയിട്ട് അവരതിന് മുതിരാൻ സാധ്യത കുറവാണ്. ബി.ജെ.പി ആയിട്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷെ അതിന് സാധ്യത കുറവാണ് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ വലിച്ചു താഴെ ഇട്ടുകൊണ്ട്. പിന്നെ ഞാൻ കാണുന്ന ഒരു വലിയൊരു ഓപ്ഷൻ ഇതിനകത്ത് എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പിന് ശേഷം അഥവാ ബി.ജെ.പിക്ക് ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല, ജെ.എം.എമ്മിന് കുറെ സീറ്റുണ്ട്, അവർക്കും ഭരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ജെ.എം.എമ്മുമായിട്ട് ചേർന്ന് ബി.ജെ.പി ഭരിക്കാനും സാധ്യതയുണ്ട്. മുമ്പ് അങ്ങനെ ഭരിച്ചിട്ടുമുണ്ട് അവർ.
ഉം. ഭരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ജാർഖണ്ഡ് ബി.ജെ.പിയെ സംബന്ധിച്ച് സേഫാണ്. കാരണം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന രീതിയാണ്. ഇപ്പോഴത്തെ ഒരു ഭരണത്തിന് വെച്ചാൽ വലിയ അഴിമതി നിറഞ്ഞൊരു ഭരണമാണ്. അപ്പൊ ജാർഖണ്ഡ് ഓക്കെയാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ അത് ബി.ജെ.പിക്ക് എന്താ പറയുന്ന, ജാർഖണ്ഡ് പിടിച്ചെടുത്തു എന്നവർക്ക് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം. ഹരിയാനയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? ഞാൻ മനസ്സിലാക്കുന്നത് ഹരിയാനയായിരിക്കും ഏറ്റവും കൂടുതൽ ബി.ജെ.പിക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ആ, സംസ്ഥാനം എന്നാണ്. കാരണം അറിയാലോ, ഇപ്പോൾ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് വന്നില്ലെങ്കിലും ഹരിയാനയിൽ അത് ഡീപ്പായിട്ട് പല ആൾക്കാരുടെയും മനസ്സിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ കർഷക സമരമൊക്കെ ഹരിയാനയുടെ ആ ഹരിയാനയിൽ ബി.ജെ.പിയുടെ ആ ഒരു എന്താ ജനസമ്മതി കുറയ്ക്കുന്നില്ല. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? ബി.ജെ.പിക്ക് അവിടെ അധികാരം നിലനിർത്താനായിട്ട് സാധിക്കുമോ ഹരിയാന? അവിടെ ധനുഷ ഭരണവിരുദ്ധ വികാരമല്ല. അവിടെ ഈ മനോഹർലാൽ ഖട്ടാർ അത്യാവശ്യം നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഉം, ഉം, ഭരണവിരുദ്ധ വികാരമല്ലേ ഇത്, ഇവരുടെ ഉം, ഇടയിലുള്ള ചില പ്രശ്നങ്ങളാണ്. അവിടെ ബി.ജെ.പി. ഉം, ഹരിയാനയിലെ ബി.ജെ.പിയോളം തന്നെ ശക്തമാണ് ആർ.എസ്.എസിന്റെ പ്രവർത്തനം വളരെ ശക്തമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ ഹരിയാന. അവർ ആദ്യമായിട്ട് അധികാരം പിടിക്കുന്നത് തന്നെ ഈ ആർ.എസ്.എസിന്റെ ബലത്തിലാണ്. കാരണം അവിടെ ഈ ജാട്ട് ഉം, രാഷ്ട്രീയം 36% ഈ ജാട്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള ഒരു സംസ്ഥാനമാണ്, അവരുടെ ഒരു അണ്ടറിലായിരുന്നു ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് ഉം, ആയാലും ജനതാദളായാലും ഒക്കെ ഒരു ദേവിലാലിന്റെ കുടുംബവും നിയന്ത്രിക്കുന്ന ഒരു ജാട്ട് പൊളിറ്റിക്സ് ആയി. അതിൽ നിന്ന് മാറി ബി.ജെ.പി. അവിടെ അധികാരം പിടിക്കുന്ന ഈ ആർ.എസ്.എസിന്റെ പ്രവർത്തനമാണ്. കാരണം അവർ ഈ ഉം, ജാട്ടുകൾ ഒഴിച്ചിട്ടുള്ള മറ്റ് ഒ.ബി.സി പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ ആർ.എസ്.എസിന്റെ ശാഖകൾ ഭയങ്കരമായി ശക്തമായി തന്നെ ഉം, വളരെ കാലമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. പണ്ട് പുരാതന കാലത്തൊട്ട് ഉം, പ്രവർത്തിക്കുന്ന. അപ്പൊ അവരുടെ തന്നെ ഉം, ഒരു മുതിർന്ന നേതാവാണ് ഈ ഖട്ടർ എന്ന് പറയുന്ന ഈ ഉം, ഖട്ടാറെ മറ്റേ മുഖ്യമന്ത്രിയാക്കി, ഹരിയാനയുടെ ഫസ്റ്റ് മുഖ്യമന്ത്രി അവരുടെ ഒരു ഉം, പ്രചാരകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഒരു സ്വയം സേവകൻ. അപ്പൊ ആ ഒരു രീതിയിൽ അവർ ബാക്കിയുള്ള വോട്ടുകളെ അവർ കൺസോളിഡേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് അവർ ഒന്നാം ഘട്ടത്തിൽ അവർ ജയിക്കുന്നത്, ആദ്യത്തെ തവണ ജയിക്കും. രണ്ടാം ഘട്ടമായപ്പോഴേക്കും അവരുടെ സീറ്റുകൾ എണ്ണം കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരോ മറ്റോ കൊണ്ടായിരുന്നില്ല. പകരം ഇവരുടെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള കാലുവാരലും പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ദുഷ്യന്ത് ചൗട്ടാലയുടെ ജെ.പി.പിയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ഉം, ഉം, രണ്ടാമതും അധികാരത്തിൽ വന്നു. അത് ഈ ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു വരുന്ന വാർത്ത ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടി പിളർന്നു. അതില് 4 ഉം, എം.എൽ.എമാര് ബി.ജെ.പി ചേരും എന്നൊരു അഭ്യൂഹമുണ്ട്. മറ്റൊന്ന്, ഈ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഈ ഹരിയാന മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ജാട്ടുകളുടെ പാർട്ടിയായ ആർ.എൽ.ഡി ഉണ്ട്, അത് നമ്മുടെ ഈ ഉത്തർപ്രദേശിൽ, അവരെ ഈ ബി.ജെ.പി നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയത്. അത് ഈ ഉം, ഹരിയാന കണ്ടോണ്ടല്ല, അത് യു.പിയിലെ ഒരു ലോക്സഭാ ഇലക്ഷൻ മാത്രം കണ്ടോണ്ടല്ല. കാരണം ഈ ഹരിയാനയിലെ ഈ ജാട്ട് വോട്ടുകൾ കൂടി ഇത്തവണ അവർക്ക് കുറച്ച് കിട്ടണം, എന്നാലേ അവർക്ക് മുൻപോട്ട് കയറാൻ ഉം, പറ്റും. നിലവിലത്തെ ഉം, സാഹചര്യത്തിലനുസരിച്ച് ഈ ലോക്സഭാ സീറ്റിന്റെ ഒരു 90 അംഗ സഭയാണ്. അപ്പൊ ലോക്സഭാ സീറ്റിൽ ഇപ്പൊ 5 കിട്ടിയുള്ളൂ, അവർക്ക് 10-ൽ 5 കിട്ടിയത്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ബി.ജെ.പിക്ക് ഒരു 42 സീറ്റിൽ അപ്പർ ഹാൻഡ് ഉണ്ട്, ഉം, 42-ല്. അപ്പൊ ഒരു ഉം, 5 സീറ്റോട് അധികം നേടിയാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതായത് ഉം, എനിക്ക് തോന്നുന്നത് ഈ ഹരിയാനയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്. കാരണം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നേർക്കുന്ന ഏറ്റുമുട്ടുന്നത് ടൈറ്റ് ഫൈറ്റ്. ഈ കർഷക സമരവും ഗുസ്തിയുടെ ഒന്നും അവിടെ ഏക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അതിന്റെ ഒന്നും വലിയ ഒരു ഏക്കില്ല, ആ ഒരു സാധനം ഒന്നും ഉം, ഏക്കാനുള്ള സാധ്യത ഉം, കുറവാണ്. പകരം അവിടെ ഒരു കോൺഗ്രസ് ശക്തമാണ്. കാരണം അവര് ഇപ്പം 10 വർഷമായിട്ട് പുറത്തിരിക്കുകയാണ്. അപ്പൊ അവര് വളരെ ശക്തമായിട്ട് തന്നെ അധികാരം പിടിക്കാൻ നിൽക്കുന്നു. ഇപ്പോ ഉം, ബി.ജെ.പിക്കുള്ളിലുള്ള ഈ പ്രശ്നം ഇത്തവണ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, അതായത് ഈ അടുത്ത സമയത്ത് അവർ ഈ ആർ.എസ്.എസുമായി ബി.ജെ.പി ചർച്ചകൾ നടത്തുകയും സ്ഥാനാർത്ഥികളെ ആർ.എസ്.എസ് നിശ്ചയിക്കുന്ന തരത്തിലായി കാര്യങ്ങൾ പോവുകയും ഇതിന്റെ ഒരു ഉം, തെരഞ്ഞെടുപ്പിന്റെ കടിഞ്ഞാണ് ആർ.എസ്.എസ് നേരിട്ട് ഏറ്റെടുക്കുകയും കൂടാണ് ഇത്തവണത്തെ ഇലക്ഷൻ ആർ.എസ്.എസ് ഈ ഹരിയാനയിൽ നടക്കുന്നത്. നമുക്ക് ഉം, അറിയാൻ കഴിയുന്നത് ഈ ആർ.എസ്.എസ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ ജില്ലാ പാർട്ടിയുടെ അധ്യക്ഷന്മാരും മറ്റുമൊക്കെയാണ് അവരിപ്പോ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ജനസമ്മതി ഉള്ള ഉം, നേതാക്കന്മാരുണ്ട്. അതായത് ഈ പരമ്പരാഗതമായിട്ടുള്ള എം.എൽ.എമാരെ ഒക്കെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഹരിയാന പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവിടെ നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത്. ഉം, ചിലപ്പോ ഒരു വിഷയം നേരിയ ഭൂരിപക്ഷത്തിന് ബി.ജെ.പി അധികാരം നിലനിർത്തിയേക്കാം. ഉം, അതുപോലെ തന്നെ ഈ ദുഷ്യന്ത് ചൗട്ടാലയുടെ ഒരു എഫക്ട് ഏത് തരത്തിലുണ്ട് എന്നുള്ളത് അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ ആം ഉം. ആദ്മി പാർട്ടി അവിടെ ഇവിടങ്ങളിലൊക്കെ അല്പം ശക്തവുമാണ് അവര്. അപ്പം അത് അത് ശരി. അപ്പൊ അതെനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ വോട്ടിൽ അത് വിള്ളൽ വീഴ്ത്തും എന്ന് തോന്നുന്നു. ഉം, ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിക്ക് പരമ്പരാഗതമായി കിട്ടുന്ന ജാട്ട് വോട്ടുകൾ തന്നെ ആയിരിക്കും അവർക്ക് ലഭിക്കുക. അവരുടെ ഒരു അപ്രഹാനുള്ള മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഈ ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിയുടെ ഏറ്റവും പുഷ്കര ടൈം, ഒരു സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ശക്തമായിട്ട് ജെ.പി.പി വന്ന സമയം ഉം, കൂടെ ഒക്കെ ഉം, ആയിരുന്നു. അപ്പം ഒരുപക്ഷെ ഇത്തവണ എത്ര കിട്ടും എന്നറിയില്ല, എങ്കിൽ പോലും
ബി.ജെ.പി സംബന്ധിച്ച് നിർണായകമാണ്. കാരണം അവർക്ക് ആദ്യം അവർ അധികാരത്തിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന 2014 കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ രീതിയല്ല ഇപ്പോഴുള്ളത്. കാരണം അവിടെ മൊത്തത്തിലൊന്ന് മറിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് വോട്ടുകളൂടെ വേണം. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കാൻ സാധ്യത. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ബി.ജെ.പിയെ സംബന്ധിച്ച് എന്താ ഈസി വാക്ക് ഓവർ അല്ല. ഇനി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൽ അവസാനത്തെ ഭരണം BJP PDP-യുടേതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ PDP സഖ്യം അവര് BJP പിൻവലിച്ച് പിന്നെ അവിടെ 370 അബ്രഗേഷൻ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവം ജമ്മു കാശ്മീരിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണെന്നാണ് നരേന്ദ്രമോദി അടക്കം പറയുന്നത്. അങ്ങനെ എത്തി നിൽക്കുമ്പോഴും രാഷ്ട്രപതി ഭരണം അവിടെ നിന്ന് പിൻവലിച്ച് രണ്ട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും BJP-യുടെ ഗതി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഗതി? രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭരണം അവിടെ നിന്നും പിൻവലിച്ചു കഴിഞ്ഞ് ജമ്മു കാശ്മീർ ഇപ്പോഴും ശാന്തമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴും ഇവിടെ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൈനികർ വീഴ്ത്തി വരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് രാഷ്ട്രപതി ഭരണം അവിടെ നിന്ന് പിൻവലിക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ? രണ്ടാമത്തെ ഘട്ടത്തിൽ അവിടെ വരുന്ന സർക്കാർ ഒരു ദേശവിരുദ്ധ സർക്കാർ ആണെങ്കിൽ എന്തായിരിക്കും ജമ്മു കാശ്മീരിന്റെ ഗതി? കാരണം അത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് 370 തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടികൾ ഞങ്ങൾ തുടങ്ങും എന്ന രീതിയിലാണ്. എന്തായിരിക്കും ജമ്മു കാശ്മീരിന്റെ ഒരു അവസ്ഥ? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഈ സംഘപരിവാർ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇത് നടക്കുമെന്ന് ഒരുപാട് സംശയം വരും. അതായത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളാണ്. അവര് ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് പറഞ്ഞു രാമക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും എന്നവർ പറഞ്ഞു. അന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അതിൽ 370 വകുപ്പ് എടുത്തു കളയുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കാശ്മീർ ഭരിക്കുമെന്ന് അവർ പറഞ്ഞു. അത് ഒരുമാതിരിപ്പെട്ട ആരും അത് വിശ്വസിച്ചില്ല. കാശ്മീർ BJP ഭരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ ചിന്തിക്കുന്ന പോലും അത് വിശ്വസിച്ചില്ല. പക്ഷെ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് അവർക്ക് ഈ ജമ്മു കാശ്മീരുമാണ്, ജമ്മു മേഖലയിൽ BJPക്ക് അപ്പർ ഹാൻഡ് ഉള്ള ഒരു സ്ഥലമാണ്. അവർക്ക് എങ്ങനെ പോയാലും അവിടെ വലിയ മുൻതൂക്കമുള്ള ഇടമാണ്. കാശ്മീരിലേക്ക് ഇവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ അടുത്ത കാലത്ത് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ മുസ്ലിം ഭൂരിപക്ഷം 98% മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് മാത്രമല്ല ഈ വിഘടനവാദികൾക്കും ഒക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളും കൂടെയാണ്. അവിടെയൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ഈ നാഷണൽ കോൺഫറൻസിന് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി. പക്ഷെ ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു. അതിതീവ്ര മതമൗലികവാദിയുടെ വിഘടന സംഘടനയുടെ നേതാവാണ് ജയിച്ചത് അവിടെ ശ്രീനഗറിലും മറ്റുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി അദ്ദേഹമാണ് ജയിച്ചത്. അപ്പോ അവിടെ കാശ്മീരിലേക്ക് BJPക്ക് റോളൊന്നും ഇപ്പോഴും ഇല്ല, നേരത്തെയും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു ഭരണം വന്നു അവിടെ. അവർ ഭരിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല എന്ന് എല്ലാവരും കരുതി PDP-യുമായിട്ട് ചേർന്നുണ്ടായിരുന്നു അവര് ഭരിച്ചത്. അതൊരു വിചിത്രമായ സഖ്യമായിട്ട് തോന്നി. സഖ്യം തുടങ്ങിയപ്പോഴേ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് അധികം നാള് പോകില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ BDP BJP സഖ്യമല്ല അധികാരത്തിൽ വന്ന ആദ്യം ഈ നാഷണൽ കോൺഫറൻസ് തന്നെ വന്നത് ആ തെരഞ്ഞെടുപ്പ്. പക്ഷെ അവർക്ക് ഭരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ദില്ലിയിൽ വെച്ച് ഈ മെഹബൂബ മുഫ്തി അമിത്ഷായും തമ്മിൽ സംയുക്ത വാർത്താസമ്മേളനം നടത്തിയിട്ടാണ് 4 വർഷം അവർ ഭരിച്ചു. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജമ്മു കാശ്മീരിൽ അവർക്ക് ആഴത്തിൽ വേരോട്ടം നടത്തണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഭരണത്തിൽ ഒരു പങ്കാളിത്തം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ മെഹബൂബ മുഫ്തിയായിട്ട് കൂട്ടുകൂടാൻ അവർ തയ്യാറായതും അങ്ങനെ 4 വർഷം ഭരിക്കുകയും ചെയ്തു. ആ ഭരണത്തിൽ കൊണ്ട് അവർക്ക് ജമ്മുവിലടക്കം എല്ലാ മേഖലയിലും അവർക്ക് കുറച്ചൊക്കെ കടന്നു കയറാനും വളരാനും അവർക്ക് കഴിഞ്ഞു. അതായിരുന്നു അവരുടെ. പിന്നീട് ആ 4 വർഷം കഴിയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് ആ ബന്ധം തകർന്നു. 4 വർഷം നിന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ്. അതാണ് ജമ്മു കാശ്മീർ. ഇത്തവണയും ഇവർക്ക് ഈ ജമ്മു മേഖലയിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ ഇത്തവണയും കഴിയും. പിന്നെ അവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്തായെന്ന് ചോദിച്ചാൽ ഈ കാശ്മീർ മേഖലയില് ഈ മെഹബൂബ മുഫ്തിയുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞിട്ട് രൂപീകരിച്ച ഒരു പാർട്ടിയുണ്ട്, അപ്ന ദളുണ്ട്. അപ്പൊ അങ്ങനെ ചില പാർട്ടികൾ, ചെറു പാർട്ടികൾ, അവരൊരു നേട്ടം ഉണ്ടാക്കാനായാൽ അവരിൽ നിന്ന് കുറെ, കാരണം അവർ ശ്രീനഗറിലൊക്കെ BJP കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ട്. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവരുടെ ഒരു പിൻബലത്തിൽ ജയിച്ച് കയറിയത്. BJP കാശ്മീരിൽ ജയിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പാർട്ടികൾ വലിയ നേട്ടം കാശ്മീരിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിയമസഭയിൽ. ലോക്സഭ പോലെയല്ല നിയമസഭയിൽ. ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒരു വലിയ അപ്രഹാനുള്ള സ്ഥലമാണ് കാശ്മീരിൽ. ഇപ്പൊ അതല്ല, ഇവര് നേട്ടം ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരോടൊക്കെ ചേർന്നുകൊണ്ടും മറ്റുള്ളവരെ ആരെങ്കിലും ഒക്കെ അടർത്തിയെടുത്തുകൊണ്ട് അവർ BJP ഭരിക്കാൻ ഒരു ശ്രമം നമുക്ക് നടത്തിയാൽ. കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമൊന്നും അല്ല കാശ്മീർ. പക്ഷെ അവര് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ട്. കാരണം ജമ്മുവിൽ അവർക്ക് വലിയ രീതിയിൽ സീറ്റുണ്ട്.
കാരണം അവർക്ക് ആരോട് വേണമെങ്കിൽ കൂട്ടുകൂടാം വേണമെങ്കിൽ. കാരണം ഈ ബി.ജെ.പിയുടെ രീതി അനുസരിച്ച് അവർ പറയുന്നത് എപ്പോഴും ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, എതിരാളികൾ മാത്രമല്ല. അതായത് എപ്പോഴും ഈ എതിരാളി ശത്രു തമ്മിൽ വ്യത്യാസമുണ്ട്. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആണ്. എതിരാളി എന്ന് വെച്ചാൽ അങ്ങനല്ലല്ലോ. ഓട്ട മത്സരത്തിലൊക്കെ നമ്മൾ എതിരാളികളെ ഉള്ളൂ, ശത്രു ഇല്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഓടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളല്ല, എതിരാളികളാണ്. ഓട്ടം കഴിഞ്ഞാൽ നമുക്ക് കൈ കൊടുക്കാം, ചായ കുടിക്കുകയും ചെയ്യാം. മറ്റേതല്ല. അപ്പൊ ആ ഒരു മെത്തേഡിൽ അവർ പോകുന്നുണ്ട് അവിടെ ഉണ്ട്. പക്ഷെ അത് പ്രതീക്ഷിക്കാൻ എന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ രാഷ്ട്രപതി ഭരണം മാറ്റാതിരിക്കാൻ അവിടെ കഴിയില്ല. കാരണം അവിടെ ഈ ഒരു ജനാധിപത്യത്തിലേക്ക് അത് എത്തേണ്ടത് അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്. കാരണം ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇപ്പൊ ഈ വിധ്വംസക പ്രവർത്തകർ അല്ലെങ്കിൽ ഈ വിഘടനവാദികളൊക്കെ അഴിച്ചുവിടുന്ന ഒരു പ്രചരണത്തിന് അത് ആക്കം വരും. അത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ അറിയിക്കാനും 370 വകുപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ ഞങ്ങൾ വളരെ സുഗമമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറയാനും കഴിയും. ബി.ജെ.പി അത് വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും. പിന്നെ ഈ ഒമർ അബ്ദുള്ള പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞത് ഞങ്ങൾ 370 വകുപ്പ് റദ്ദാക്കിയ നടപടി പുനഃസ്ഥാപിക്കാനുള്ള പ്രമേയം പാസ്സാക്കുമെന്നാണ് പറഞ്ഞത് നിയമസഭ. പ്രമേയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പോലും പ്രമേയം പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. പിന്നെ പ്രമേയത്തിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഇതാണ്, അവർക്ക് പ്രതീക്ഷ ഉള്ള സംസ്ഥാനമല്ല കാശ്മീര്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വിചിത്രമായ ചില സഖ്യങ്ങളോട് അവർ അധികാരത്തിൽ വരുമോ എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പിക്ചർ പറയാൻ പറ്റും. അവിടെ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമല്ല. ഇനി മഹാരാഷ്ട്ര നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തതാണ് മഹാരാഷ്ട്ര. പക്ഷെ ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫട്നാവിസിനെ ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് ആക്കും എന്ന് കേൾക്കുന്നു. ഇപ്പോ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഈ 4 സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കാരണം മഹാരാഷ്ട്ര വലിയ സംസ്ഥാനമാണ്. മഹാരാഷ്ട്രയിൽ അത്ര സീറ്റുകളുണ്ട്. ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശ് പോലെ ബീഹാർ പോലെ മഹാരാഷ്ട്ര ഭരണം പിടിക്കേണ്ടത് അനിവാര്യതയാണ്. ഇപ്പൊ അവിടെ ഷിൻഡെ സർക്കാരാണ് ഇരിക്കുന്നത്, സഖ്യകക്ഷിയാണ് ഭരിക്കുന്നത്. ഉദ്ധവിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എങ്കിലും മഹാവികാസ് അഘാടി അവിടെ ഭരണം പിടിക്കുമെന്ന വലിയ കോൺഫിഡൻസിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ. ഈ ജമ്മു ഹരിയാനയും ജാർഖണ്ഡും കിട്ടിയില്ലെങ്കിലും മഹാരാഷ്ട്ര നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയാൽ അവർക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോ മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും അവസ്ഥ ഈ ബി.ജെ.പിയുടെ? ചേട്ടൻ എന്താ തോന്നുന്നു? മഹാരാഷ്ട്ര ബി.ജെ.പി പിടിക്കുമോ? കാരണം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്ക് ഒരു അപ്പർ ഹാൻഡ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. RSS അടക്കം അവിടെ ബി.ജെ.പിക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്ര കയ്യിൽ നിന്ന് പോകും, ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ്. എന്താണ് ഇപ്പൊ അവിടുത്തെ നിലവിലത്തെ അവസ്ഥ? ഞാൻ മുമ്പും പലപ്പോഴും ചർച്ചകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ നടക്കുന്ന ഒരു രാവിലെ നടക്കുന്ന സംഭവമല്ല ഉച്ചകഴിഞ്ഞ് നടക്കുന്നത്. അപ്പോ അവിടെ എന്ത് സംഭവിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ 2 പാർട്ടികൾ, ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി.ജെ.പി ആയിരിക്കും ഏറ്റവും സീറ്റ് കിട്ടും എന്ന് കരുതി അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. ബി.ജെ.പിക്ക് അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന സംസ്ഥാനമല്ല മഹാരാഷ്ട്ര. കാരണം അവർക്ക് സഖ്യകക്ഷികളില്ല മുമ്പോട്ട് പോകാൻ പറ്റും. സഖ്യകക്ഷി എന്ന് ഞാൻ പറഞ്ഞത് ശിവസേന പോലുള്ള ഒരു സ്ട്രോങ് പാർട്ടി. പക്ഷെ ഇപ്പൊ ശിവസേനയ്ക്ക് ആ പഴയ ശക്തിയില്ല. അവര് രണ്ടായി. ആദ്യം 2 രാജ് താക്കറുടെ MNS ഒക്കെ ഉണ്ടായിരുന്നു. രാജ് താക്കറുടെ MNS ഇപ്പം ഇച്ചിരി ശക്തമായിട്ടുണ്ട്. അപ്പൊ അവർ പ്രധാനമായിട്ട് അവർ 2 പാർട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പൊ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ശക്തമായ പാർട്ടി 2 ആകുമ്പോഴത്തേന് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അടിത്തട്ടിലുണ്ട്. പിന്നെ പിന്നുള്ളത് NCP ആണ്. NCPയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തില് ചിലപ്പോ ഇതെല്ലാം തകിടം മറിഞ്ഞ് ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിയേക്കാം. അപ്പൊ ബി.ജെ.പി ആയാലും കോൺഗ്രസ് ആയാലും ഇപ്പോഴും അവരുടെ ശ്രമം കൂടുതൽ സീറ്റിൽ മത്സരിക്കുക. ബി.ജെ.പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ 288 അംഗ നിയമസഭ 150 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നു നേരത്തെ തന്നെ ബി.ജെ.പി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ കോൺഗ്രസും ഏതാണ്ട് അത്രയും സീറ്റിൽ മത്സരിക്കുന്നു, കോൺഗ്രസും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ 2 പാർട്ടിക്കും കൂടുതൽ സീറ്റ് നേടാൻ കഴിയും. ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇതിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന ശിവസേനയുടെ വിഭാഗങ്ങൾ NCPയും ഒക്കെ കൂടെ ആയിരിക്കും ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പി ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സാധനം അവർ ഒറ്റയ്ക്ക് കൂടുതൽ സീറ്റ് നേടുക, ഒരു നിർണായക ഒരു പവറായി വരിക. അതിനുശേഷം വേണ്ടി വന്നാൽ അവർ ചിലപ്പോൾ ഉദ്ധവിനെ കൈയും കാലം പിടിച്ചായാലും അവർ തിരിച്ച് കൊണ്ടുവരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയത്തില്ല. ഇനി പറയാൻ പറ്റില്ല. NCP ആണ് കൂടുതൽ സീറ്റ് നേടിയാലും അവർ അതിനുള്ള സാധ്യതകൾ. പിന്നെ ഈ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കർണാടകയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ റിസോർട്ട് രാഷ്ട്രീയമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവിടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ ഒരു ചിത്രം വ്യക്തമാകത്തുള്ളൂ. കാരണം ഒന്ന് ഉറപ്പിച്ച് പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന 2 പാർട്ടികളെ ഉണ്ടാവൂ. അതൊന്ന് ബി.ജെ.പിയും ഒന്ന് കോൺഗ്രസുമാണ്. അവർക്ക് അവരുടേതായ നിലയിൽ അവർക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. അതായത് അവരുടേതായ നിലയിൽ എന്ന് പറയുമ്പോൾ ഭരണം പിടിക്കുക എന്നുള്ളതല്ല,
ദി ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഉയരാൻ പറ്റും. എന്തായിരുന്നാലും ജമ്മു, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇത് BJPക്ക് ജീവൻ മരണ പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നരേന്ദ്രമോദി ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഈ സംസ്ഥാനങ്ങൾ BJPക്ക് നിർണായകമാകും എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഉത്തർപ്രദേശിൽ ഒരു 11 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ യോഗി ആദിത്യനാഥിന് നിർണായകമാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. യോഗി കൂടുതൽ ആ ജില്ലകൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ നമുക്കറിയാം നവംബറിലടക്കം ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. താങ്ക് യു വിജയ്, താങ്ക് യു സോ മച്ച് ഫോർ ദ അനാലിസിസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.